നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. മാർക്കറ്റിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനം നോക്കുമ്പോൾ സെൻസെക്സ് 0.30%, നിഫ്റ്റി 0.10% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. BSE മിഡ് കാപ്പ് 2.35%, സ്മോൾ കാപ്പ് 2.68% പോസിറ്റീവിലാണ്. റിയാലിറ്റി മീഡിയ സെക്ടറുകൾ പോസിറ്റീവ് ആയപ്പോൾ IT ആണ് ഏറ്റവും കൂടുതൽ ലോസ് ആയത്. അദാനി പോർട്സ്, ONGC, അദാനി എൻ്റർപ്രൈസസ് എന്നിവ പോസിറ്റീവും ഐഷർ, JSW, അൾട്രാടെക് എന്നിവയാണ് നെഗറ്റീവിലും ക്ലോസ് ചെയ്ത സ്റ്റോക്കുകൾ. ഇനി നമുക്ക് നാളത്തെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അനലൈസിലേക്ക് കടക്കാം. നിഫ്റ്റി 2023 ലാസ്റ്റ് വീക്ക് ഒരു ഹ്യൂജ് അപ്പ് മൂവ്മെൻ്റാണ് തന്നത്. ഇവിടുന്ന് ഇതുവരെ ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയ സൈഡ് വേയിലാണ് ഇപ്പോൾ 2024 ആദ്യ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സൈഡ് വൈസ് ആയിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവും. ആ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഈസിയായി നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്ലാഗ് പാറ്റേൺ പോലെയും അതിലുപരി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് നാളെ ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈന് വരയ്ക്കണം. അതിനുശേഷം ഈ ഒരു ലൈൻ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്കൗട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് മേലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനൊരു ട്രെൻഡ് ലൈനിലൂടെ സഞ്ചരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പാരലൽ ചാനലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച, അതായത് 2024 ആദ്യ വാരം ഇവിടുന്ന് ഒരു ഡൗൺ സെൻറ്റിമെൻറ്റും ഫോമായി. അപ്പോൾ താഴത്തെ അണ്ടർലൈനും മേലത്തെ ഡൗൺ ലൈനും നോക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് സസ്റ്റെയിനായി അത് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ പോകുമ്പോൾ നേരത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ ചെറിയ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസും വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ പ്രീവിയസ് ഹൈ, അതായത് ആൾ ടൈം ഹൈ, അത് എത്രയായിരുന്നു? 48,631. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി അഥവാ താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായി താഴത്തേക്കും പോകാം. ഇനി നമുക്ക് നാളത്തേക്കുള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യമായി KEC ആണ്. നോക്കൂ, ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഇതിനെ ബ്രേക്ക് ചെയ്യാൻ, ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 വെള്ളിയാഴ്ചയും നടത്തി. ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ 606.60 നിൽക്കുന്നത്. വെള്ളിയാഴ്ച 606.95 ഹൈ ക്രിയേറ്റ് ചെയ്തത്. 607 ബ്രേക്കൗട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 609 ട്രേഡ് എടുക്കാം. 615, 617, 619 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. KEC 606 സ്റ്റോപ്പ് ലോസ് വെക്കണം. അടുത്തത് ICIC ബാങ്കാണ്. ICIC ബാങ്കും അതുപോലെ തന്നെ പ്രീവിയസ് ഹൈ വന്നിട്ട് 996.30 നമുക്ക് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 997 ട്രേഡ് എടുക്കാം. 993 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1001, 1003, 1005 വരെ ടാർഗറ്റ് വയ്ക്കാം. അടുത്ത സ്റ്റോക്ക് ഇൻഫിയാണ്. 1542 നമുക്ക് എൻട്രി എടുക്കാം. 1537 സ്റ്റോപ്പ് ലോസ് വെച്ച് 1547, 1550, 1553 വരെ ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നാളേക്ക് ഇത്രയുമുള്ള സ്റ്റോക്കുകളാണ്. എല്ലാവരും സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, താങ്ക് യു.